ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ബ്ലറായിട്ട് ഉരുണ്ടിരിക്കുന്ന ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി. ബിഗിനർ ഫോട്ടോഗ്രാഫേഴ്സിനുള്ള ഒരു മിത്താണിത്. ദിസ് ഈസ് ഡേ 7 ഓഫ് 30 ഡേയ്സ് ബേസിക് ഫോട്ടോഗ്രാഫി. അപ്പൊ നേരത്തെ പറഞ്ഞ ബ്ലറി ഉരുണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, അതായത് ബൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോയുടെ ഭംഗി നിശ്ചയിക്കുന്നത് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് ബ്ലറോ ബൊക്കെയോ മാത്രമല്ല, ഫ്രെയിമിങ്ങും കോമ്പോസിഷനും അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഒരു ഫോട്ടോയുടെ ഭംഗി തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിന്റെ ബ്ലറിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ അപ്പേച്ചർ തന്നെയാണ്. അപ്പേച്ചറിന്റെ വാല്യൂ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എഫ് നമ്പറിൽ, അതായത് അപ്പേച്ചർ ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് നല്ല ബ്ലറുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടുന്നത്. എഫ് നമ്പർ കുറയുമ്പോൾ മാത്രമല്ല, നമ്മുടെ സബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ദൂരം കുറയുമ്പോഴും സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ദൂരം കൂടുമ്പോഴും ഈ പറഞ്ഞ നല്ല വൃത്തിയുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് കിട്ടും. ഇനി ആ ബ്ലറി ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നെങ്കിൽ ഇതുപോലെ മരച്ചിലകളുടെ ഇടയിൽ നിന്ന് വരുന്ന ലൈറ്റ് സോഴ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ മിർച്ചി ലൈറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കെകൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇനി അപ്പേച്ചർ 3.5 4 ഒക്കെ താഴോട്ട് പോകാൻ പറ്റാത്ത കിറ്റ് ലെൻസുകൾ ഉപയോഗിച്ചും നമുക്ക് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലെൻസിന്റെ മാക്സിമം ഫോക്കൽ ലെങ്തിൽ, അതായത് മാക്സിമം സൂം ഇട്ടിട്ട് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ഫീൽ നമുക്ക് സാധാ കിറ്റ് ലെൻസ് ഉപയോഗിച്ചും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുക, ഒരു പടത്തിന്റെ ഭംഗി നിശ്ചയിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ മാത്രമല്ല, അതിന്റെ ഫ്രെയിമിങ്ങും കോമ്പോസിഷനും ലൈറ്റിങ്ങും എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ആ പടത്തിന് ഒരു ഭംഗി കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇല്ലെങ്കിലും പടം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് നല്ല ബ്ലറി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല ബൊക്കിലിഷ്യസ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.